So in the last class we studied about empathy, mobile sensibility, and about improvisation. And and now we are going to explain about certain incident which Greenblatt considers to be very important while describing improvisation. ഈ ലുക്കായൻ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഗ്രീൻബ്ലാറ്റിന്റെ ഇംപ്രവൈസേഷൻ എന്താണെന്ന് പറഞ്ഞു തരാൻ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇൻസിഡന്റ് ഇസ് നറേറ്റഡ് ബൈ പീറ്റർ മാർട്ടിൻ in 1525 in the 7th decade of De Orgo Novo. 1525 പീറ്റർ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ബുക്കാണ് De Orgo Novo. അതിലൊരു 7th ചാപ്റ്റർ എന്നുള്ള രീതിയിൽ 7th decade അതിലുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇറ്റ് ഇസ് ന്യൂ ഹിസ്റ്റോറിക് റീഡിംഗ് ആണെന്നുള്ളത് അതെല്ലോയുടെ. അപ്പൊ ഈ ന്യൂ ഹിസ്റ്റോറിസിസം ഇസ് ആക്ച്വലി എ പാരലൽ റീഡിംഗ് ഓഫ് നോൺ ലിറ്റററി ടെക്സ്റ്റ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ലുക്കായൻ ഇൻസിഡന്റ്. 1525 ഒരു ടെക്സ്റ്റിൽ നറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഗ്രീൻബ്ലാറ്റ് ഇവിടെ അനാലിസിസിന് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഇൻസിഡന്റ് ലുക്കായസ് എന്ന് പറയുന്ന ബഹാമാസ് ഐലൻഡിന്റെ പഴയ പേരാണ്. അപ്പൊ ഈ ബഹാമാസ് ഐലൻഡിലുള്ള ആളുകൾക്ക് അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ there is a short period of time where they will be sent to a place called a purgatory, and that they believe that purgatory is a snowy, icy mountain, and they will be cleansed there, and after that they will be led to the place called paradise, where they will be enjoying life at its fullest with all kinds of pleasures. ഇതൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോഴാണ് സ്പെയിനിലുള്ള ആളുകൾക്ക് അവരുടെ ഗോൾഡ് മൈൻസിൽ പണിയെടുക്കാനായിട്ട് ലേബറേഴ്സിനെ വേണം. And so they sailed to Bahamas, and they found these people quite simple folks, simple ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നി ഇവരെ കണ്ടപ്പോൾ. അപ്പോഴായിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒരു വിശ്വാസത്തെ പറ്റി സ്പെയിൻകാർ അറിയാനിടയായി. അപ്പൊ ഇവര് വേഗം ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയല്ല, മരിച്ചു കഴിയുമ്പോഴത്തേനും നമ്മുടെ പൂർവികരുമായിട്ട് ആൻസസ്റ്റേഴ്സുമായിട്ട് റീയൂണൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. മരിച്ചുപോയവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ ലൂക്കായൻസിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരത് വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഈ സ്പെയിൻകാരുടെ കൂടെ കപ്പലിൽ കയറി അവര് ഗോൾഡ് മൈൻസിലേക്ക് പോവാണ്. പക്ഷെ അവിടെ ചെന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ചുമ്മാ നുണ പറഞ്ഞതാണ്, ഇനിയൊന്നുമില്ല. അങ്ങനെ അവരവിടെ ആ മൈൻസിൽ പണിയെടുക്കാതെ അവരെല്ലാരും തന്നെ മരിച്ചുപോയി. അപ്പൊ ഈ ഒരു കഥ പറഞ്ഞിട്ട് ഒരു പറ്റം ആളുകളെ കപ്പലിൽ കയറ്റിക്കൊണ്ടു പോകാനായിട്ട് വെസ്റ്റേണേഴ്സിന് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ ഒരു കഥ പറയുമ്പോ ആ കഥ എങ്ങനെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടല്ല കഥ കൊണ്ടുവരുന്നത്. നമ്മൾ ചെന്നുവിടുന്ന സാഹചര്യം ഇതാണെന്ന് മനസ്സിലാക്കി ആ സാഹചര്യത്തിനനുസരിച്ച് കഥകള് മെനയുകയാണ്. എന്നിട്ട് ആ കഥകള് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്രവൈസേഷൻ എന്ന് പറയും. അപ്പൊ നാടകത്തിലാണെങ്കിൽ അങ്ങനെയാണല്ലോ, വീണടം വിദ്യയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് തന്നെയാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. Lucayas is the old name of Bahamas. Labor shortage led the Spanish to Lucayas. They were received with awe and trust. The Spanish learned through their interpreters that the natives believed that after death their souls were first purged of their sins in icy northern mountains and borne to a paradisal island in the south, whose beneficent lame prince offered them innumerable pleasures. The Spanish persuaded the natives that they came from those places where they should see their parents and children and all their relatives. They were thus taken to the gold mines of Hispaniola, but when they learned the story to be false, they ceased to work. Improvisation. While describing the Lucayan incident, Greenblatt links empathy and Shakespeare's Iago. Iago demands attention-focused improvisation, that is, the ability to capitalize on the unforeseen and to transform given materials into one's own scenario. അൺഫോഴ്സീൻ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതോ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒന്നും വരാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇംപ്രവൈസേഷൻ ഇസ് ആക്ച്വലി ദ എബിലിറ്റി ടു ക്യാപിറ്റലൈസ് ഓൺ ദി അൺഫോഴ്സീൻ ആൻഡ് ടു ട്രാൻസ്ഫോം ഗിവൺ മെറ്റീരിയൽസ് ഇൻ ടു വൺസ് ഓൺ സെനേറിയോ. അവരവർക്ക് പറ്റുന്ന സാഹചര്യത്തിനെല്ലാം ആക്കിയെടുക്കുക. ഇറ്റ് ഈസ് ഓഫൺ calculated mask and the product of careful preparation. Careful ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ്. The Europeans had the ability to insinuate themselves into the pre-existing political, religious, and even psychic structures of the natives and to turn those structures to their advantage. Europeans ഇതിന്
സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് വന്ന ഫോറിനേഴ്സ് എല്ലാവരും തന്നെ അവര് നമ്മുടെ ചെടികളെ പറ്റി പഠിച്ചാൽ ഓർത്തൂസ് മലബാറിക്കസ് നമ്മുടെ കഥകൾ കളക്ട് ചെയ്തു, നമ്മുടെ കവിതകൾ കളക്ട് ചെയ്യുന്നു, ബാലൻസ് കളക്ട് ചെയ്തു, അങ്ങനെ പല പല കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ്? ഇവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടല്ല. പക്ഷെ ഇത്തരം കുറെ വിശ്വാസങ്ങൾ അറിഞ്ഞാലാണ് നമ്മളുടെ കയ്യിലും ലൂക്കായാസിനെ പറ്റിക്കാൻ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളുടെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഇവരവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. It is not an act of imaginative generosity and a sympathetic appreciation of other fellow situations. The Western power becomes creative as well as destructive. ഇത് തന്നെയാണ് ഒരു ജനറോസിറ്റിയോ കാരുണ്യോ കൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. അത് ഇവർക്ക് ഒരു ബെനിഫിറ്റോ പ്രോഫിറ്റോ കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആണ്. Improvisation depends on the ability and willingness to play a role to transform oneself for a brief period of time. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചു നേരത്തേക്കെങ്കിലും വേറൊരാളാകാൻ സാധിക്കണം. ഇപ്പൊ ഇയാഗോയ്ക്ക് ഒതല്ലോയെ പറ്റി ഒതല്ലോയെ വിശ്വസിപ്പിക്കാവുന്ന കഥകൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചു നേരത്തേക്കെങ്കിലും ഇയാഗോ ആരെ പോലെ ചിന്തിക്കണം, ഒതല്ലോയെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇയാഗോയ്ക്ക് അത്തരം കഥകൾ മെനയാനായിട്ട് സാധിക്കുകയുള്ളൂ. A subversive perception of another's truth as an ideological construct is employed in improvisation. അതായത് വേറൊരാളുടെ ആശയങ്ങൾ ഒരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ട് ആയിട്ട് കാണുന്നു. ഇപ്പൊ ഇയാഗോ ഒതല്ലോയുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഒരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ട് ആയിട്ട് കാണുന്നു. എന്നിട്ട് അതിനെ വെച്ചുകൊണ്ടാണ് പഠിക്കാനായിട്ട്, അതിനെയാണ് ഇംപ്രൊവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. The failure to sustain the illusion leads to the ultimate failure of the improvisation. ഇല്യൂഷൻ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലൂക്കായൻ ഐലൻഡില് സ്പെയിനിയാൻസിന് സാധിക്കാതെ പോയത് അതാണ്. ലൂക്കായൻസിന്റെ ഇടയിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. യാഗോയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒതല്ലോയുടെ ഒരു ഡൗൺഫോൾ ഉറപ്പുവരുത്താനും സാധിച്ചു. Greenblatt cites and other instances of improvisation. This one is the relation of Tudor power to Catholic symbolism. ലൂക്കായൻ ഇൻസിഡന്റ് പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് ഇൻസ്റ്റൻസസ് പറയുന്നുണ്ട്. The first one is the relation of Tudor power to Catholic symbolism. അതായത് എലിസബത്ത് റാറ്റി അവര് ട്യൂഡേഴ്സ് ആണ്. അപ്പൊ അവര് ആംഗ്ലിക്കൻ ചേർച്ച് ആണെന്നല്ലോ ഇവര്. അപ്പൊ ഈ ആംഗ്ലിക്കൻ ചേർച്ചിലേക്ക് ഇവർ മാറിയെങ്കിലും അവര് കാത്തലിക് ചർച്ചിന്റെ സിംബോളിസം അവർ ഉപേക്ഷിച്ചിട്ടില്ല. കാത്തലിക് ചർച്ചിന്റെ സിംബോളിസം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ രാജാധികാരം പ്രതീകാത്മകമായിട്ട് കൊണ്ടുവരുന്നത്. Second one is a characteristic form of rhetorical എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ആണ്. അതിലും ഈ പറയുന്ന ഇംപ്രവൈസേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇംപ്രവൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് അബ്സോർപ്ഷൻ. Displacement is a process whereby a prior symbolic structure is compelled to coexist with other centers of attention that do not necessarily conflict with the original structure but are not swept up in its gravitational pull. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ട്യൂഡർ ഇതിൽ പറഞ്ഞില്ല. അപ്പൊ കാത്തലിക് ചർച്ചിന്റെ ആ ഒരു സിംബോളിസം എടുക്കുന്നുണ്ട്, പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുന്നില്ല. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു സെന്ററിലേക്ക് ഇത് വരുന്നുണ്ട്. പക്ഷെ absorption is a process whereby a symbolic structure is taken into the ego so completely that it ceases to exist as an external phenomenon. മുഴുവനായിട്ട് എടുത്തു. നമുക്കിത് പെട്ടെന്ന് പുറമെ നോക്കുമ്പോഴത്തേനും ഈ ഒരു സാധനം ആയിരുന്നല്ലോ ഇത് നമുക്ക് പക്ഷെ തോന്നത്തില്ല. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻ ദി ആക്സേഷൻ ഡേ സെറമണി ഇൻസ്റ്റെഡ് ഓഫ് ദ സെക്യുലർ പ്രിൻസ് humbling herself before the sacred seems only to enhance the ruler's identity to express her power. Accession സിംഹാസനം വരുന്ന ചടങ്ങിന്റെ സമയത്ത് രാജാവ് എന്ത് ചെയ്യും, ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ഒന്ന് പുലിയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോൾ ദൈവം അല്ല ആക്ച്വലി അവിടെ സുപ്രീം ആകുന്നത്, രാജാവിന്റെ പവർ തന്നെയാണ്. നമുക്കതൊരു റിലീജിയസ് ആക്ട് ആണെന്ന് തോന്നുമെങ്കിലും റിലീജിയസ് ആക്ട് അല്ല അവിടെ പ്രോമിനന്റ് ആകുന്നത്, മറിച്ച് അതിന്റെ ആ ഒരു റോയൽ ചടങ്ങ്, റോയൽറ്റി ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതെല്ലാം കുറിച്ചുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.